നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ നടക്കിയ കൊലപാതകത്തിൽ പ്രതി കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി കുറ്റക്കാരനെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. കൊൽക്കത്തയിലെ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതിയായ സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ശിക്ഷ വിധിക്കുക. കൊലപാതകം നടന്ന 5 മാസത്തിനു ശേഷമാണ് വിധി പറയുന്നത്. ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്ന സഞ്ജയ് റോയ് ഡോക്ടറെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്തതായി തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. 2024 ഓഗസ്റ്റ് 9-ാം തീയതിയാണ് രാജ്യത്തെ ഞെട്ടിച്ച സംഭവം നടക്കുന്നത്. ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ അർദ്ധനഗ്നയായാണ് ഡോക്ടറെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നത്. ബലാത്സംഗത്തിന് ശേഷമാണ് കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്തിയതോടെ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. ഓഗസ്റ്റ് 10-ാം തീയതിയാണ് പ്രതിയും കൊൽക്കത്ത പോലീസിന്റെ സിവിക് വോളണ്ടിയറുമായ സഞ്ജയ് റോയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും ഡോക്ടറുടെ മൃതദേഹത്തിന് സമീപത്തു നിന്ന് കിട്ടിയ ബ്ലൂടൂത്ത് ഇയർഫോണിന്റെ ഭാഗവും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടുന്നത്. പ്രതിഷേധം ശക്തമായതോടെയാണ് കേസ് CBIക്ക് കൈമാറിയത്. അന്വേഷണം വൈകിപ്പിച്ചതിനും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെയും പോലീസ് ഉദ്യോഗസ്ഥനായ അഭിജിത്തിനെയും CBI അറസ്റ്റ് ചെയ്തിരുന്നു. 2024 നവംബർ 4-നാണ് പ്രതിക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിക്കുന്നത്. 11-ാം തീയതിയാണ് വിചാരണ ആരംഭിച്ചത്. അടച്ചിട്ട മുറിയിൽ ക്യാമറ നിരീക്ഷണത്തോടെയായിരുന്നു വിചാരണ മുഴുവനും. കേസുമായി ബന്ധപ്പെട്ട് 50 പേരുടെ സാക്ഷിമൊഴികളാണ് രേഖപ്പെടുത്തിയത്. 2025 ജനുവരി 9-നാണ് വിചാരണ പൂർത്തിയാക്കുന്നത്. തുടർന്നാണ് കേസിൽ ഇന്ന് വിധി പറഞ്ഞത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് വൻ പ്രതിഷേധമാണ് രാജ്യമെങ്ങും അരങ്ങേറിയത്. ബംഗാളിൽ ഡോക്ടർമാർ ജോലി ഉപേക്ഷിച്ച് വരെ സമരം നടത്തിയിരുന്നു. കേസിൽ പ്രതിയായ സഞ്ജയ് റോയ്ക്കെതിരെ വധശിക്ഷ നൽകണമെന്നാണ് CBIയുടെ ആവശ്യം. നീതി നടപ്പാക്കുന്ന രീതിയിലുള്ള വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പെൺകുട്ടിയുടെ പിതാവും പ്രതികരിച്ചു.